Hello, hi, dear friends. അങ്ങനെ നമ്മുടെ ഓണം സീരീസിൻ്റെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അതായത് വേണമെങ്കിൽ ഒരെണ്ണമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ രണ്ടെണ്ണം ചെയ്യാം. 2 വീഡിയോ ആയിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഒന്നിൽ തന്നെ ചെയ്യാൻ പോവാണ്. അതായത് 2 പച്ചടിയാണ്, 2 തരം. നമ്മളിത് കഴിഞ്ഞ 2 സീസണിലും കാണിക്കാത്ത 2 പച്ചടി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ സദ്യവട്ടങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ എന്താ പറയുക, കല്യാണ സദ്യക്കൊക്കെ ഇരിക്കുമ്പോൾ ഒരു വെള്ള കിച്ചടി, ഒരു പിങ്ക് കിച്ചടി, പിന്നെ ഒരു മഞ്ഞ കിച്ചടി ഉണ്ടാവാറില്ലേ, അത് നമ്മുടെ പാവയ്ക്ക കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ പാവയ്ക്ക കിച്ചടിയാണ് ഒരെണ്ണം. പിന്നെ ഞാൻ വിചാരിച്ചു സെക്കൻഡ് വൺ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി, അതും എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഇതിപ്പോൾ ആദ്യം പാവയ്ക്ക തുടങ്ങിയാലോ. വളരെ ഘനം കുറച്ച് അരിയണം, റൗണ്ട് റൗണ്ട് റൗണ്ട്. ഇനി ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അരി വന്ന് നമ്മളെ ശല്യപ്പെടുത്തി തുടങ്ങുമ്പോൾ, അതായത് ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈസിൽ തന്നെ റൗണ്ട് ചെയ്യാം. ഇച്ചിരിയുടെ വീതി കൂടിയത് അല്ലെങ്കിൽ വണ്ണം കൂടിയ പാവയ്ക്കാണെങ്കിൽ നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ട് അതിൽ നിന്നും അതിൻ്റെ കുരുഭാഗമെല്ലാം മാറ്റി എന്നിട്ട് ഇതുപോലെ ഘനം കുറച്ച് കട്ട് ചെയ്യും. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ ആ വിഷയം വരും. അപ്പം നമുക്കിനി ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് വളരെ ഘനം കുറച്ച് തന്നെ അരിയണം. കാര്യം നമ്മളിത് വറുത്ത് കോരുകയാണ്, നല്ല കിരിക്കിരിപ്പായിട്ട് എണ്ണയിൽ പപ്പടമൊക്കെ കാച്ചുന്ന പോലെ. അപ്പോൾ അതനുസരിച്ചിട്ട്, അപ്പോൾ വണ്ണമുള്ള ഭാഗം വരുമ്പോൾ അതിനകത്ത് അതിൻ്റെ അരി ഉണ്ടാകും, സീഡ്സ്. അവിടെ ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുന്നു. ബാക്കി 2 അറ്റവും തിന്നായിട്ട് അതിനകത്തുള്ള അരിയൊക്കെ വളരെ എന്താ പറയുക, സോഫ്റ്റ്. അങ്ങനെ പാവയ്ക്ക കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഇതുപോലത്തെ ഒരു വലിയ പാവയ്ക്ക എടുക്കുക. അതാണ് അതിൻ്റെ ഒരു അളവ്. ഗ്രാം കണക്കൊന്നും ഞാൻ പറയുന്നത്, വലിയൊരു പാവയ്ക്ക സിംഗിൾ. അപ്പോൾ അതൊരു 4, 5, 6 പേരുള്ളൊരു വീട്ടിലേക്കുള്ള ഒരു ഓണസദ്യയുടെ കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് 2 കിച്ചടി ഒരേ സമയം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്ക അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കിയെടുത്ത് വാഷ് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഞാൻ നന്നായിട്ട് കഴുകി കഴിഞ്ഞു. അതും വളരെ കട്ടി, അതായത് തിന്നായിട്ട് ഘനം കുറഞ്ഞ വട്ട പീസായിട്ട് മുറിക്കും. ഇത് നമ്മൾ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വെണ്ടയ്ക്ക മതിയാകും. എനിക്ക് തോന്നുന്നു ഒരുപാട് വലുതാണെങ്കിൽ 8 ആയാലും മതി നോക്കിയിട്ട്. ഓക്കെ, ചെറുതും വലുതുമൊക്കെ ആയിട്ടാണെങ്കിൽ 10-12 എണ്ണം എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 10 എണ്ണം. അങ്ങനെ വെണ്ടയ്ക്ക അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പാവയ്ക്ക അരിഞ്ഞ് മാറ്റി, ഇനി വെണ്ടയ്ക്കയും കഴിഞ്ഞു. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ചീൻചട്ടി വെച്ച് ചൂടാക്കി ഇച്ചിരി വെളിച്ചെണ്ണ, വറുത്ത് കോരാനുള്ള എണ്ണ. നമുക്ക് 2 പ്രാവശ്യമായിട്ടിട്ട് വറുത്ത് കോരാനകത്ത് നോക്കിയിട്ട്, അപ്പോൾ പാവയ്ക്ക എന്തായാലും 2 പ്രാവശ്യമായിട്ടിട്ട് വറുക്കേണ്ടി വരും. ഇനി നമ്മുടെ വെണ്ടയ്ക്ക ആദ്യം വറുക്കുന്നത് എന്താ വെച്ചാൽ, ആദ്യം വെണ്ടയ്ക്ക വറുത്ത് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ പാവയ്ക്കയും വറുത്തെടുക്കാം. പാവയ്ക്കയ്ക്ക് കയ്പുള്ള കാര്യമാണല്ലോ, അത് 2ാമത് വറുക്കുക. പക്ഷേ വറുത്ത് കഴിയുമ്പോൾ കയ്പെല്ലാം പോകും. എങ്കിലും എണ്ണയിൽ പാവയ്ക്ക വറുത്ത എണ്ണയിൽ വെണ്ടയ്ക്ക വറുക്കണ്ട, ആദ്യം വെണ്ടയ്ക്ക വറുത്ത എണ്ണയിൽ പാവയ്ക്ക വറുക്കാം. കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. ഓക്കെ, അപ്പം എണ്ണ ചൂടായി. ഇനി ഞാൻ വെണ്ടയ്ക്ക അതിനകത്തിട്ട് വറുക്കാം. ഇത് ഒന്നിച്ച് തന്നെ ഇടാം, കാര്യം ഇത് ചുരുങ്ങി വരുമ്പോൾ എണ്ണ മതിയാകും. അത് മുരിയുന്നതിനനുസരിച്ച് ചുരുങ്ങും. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യാൻ പോണത്? അപ്പോൾ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് പാവയ്ക്ക വറുക്കണം. അതിന് മുന്നേ തൈര്, നല്ല കട്ട തൈര് നന്നായിട്ടൊന്ന് ഉടച്ച് വയ്ക്കും. വെള്ളമൊന്നും ചേർക്കരുത്, മോരെല്ലാം നമുക്ക് തൈരാണ് വേണ്ടത്. അപ്പോൾ ഓരോ കിച്ചടിക്കും നമ്മൾ ഏകദേശം 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ തൈര് ചേർക്കും. അപ്പോൾ 2നും കൂടി ചേർത്താണ് ഞാനിപ്പോൾ ഈ തൈര് എടുക്കുന്നത്. ഉടഞ്ഞില്ലെങ്കിൽ തരിതരിയായിട്ട് കിടന്നാൽ ഭയങ്കര വൃത്തികേടായിരിക്കും നമ്മുടെ കിച്ചടി കാണാൻ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ, അതായത് ഈ കിച്ചടി 2 ആണെങ്കിലും നമ്മൾ അടുപ്പിൽ വെച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ വറുക്കാൻ മാത്രമേ നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ താളിച്ചൊഴിക്കുന്നു. അല്ലെങ്കിൽ ശരിക്കും ഇത് റോ ആയിട്ടുള്ള കിച്ചടിയാണ്. റോ മീൻസ് കുക്കിംഗ് ഇല്ലാത്ത കിച്ചടിയാണ്. അപ്പോൾ വറുക്കുന്നു, ഓഫ് കോഴ്സ് അത് ചെയ്യുന്നുണ്ട്. വെണ്ടയ്ക്കയും പാവയ്ക്കയും നമ്മൾ വറുത്ത് വരുന്നു. പക്ഷേ അരപ്പൊന്നും നമ്മൾ വേറെ വേവിക്കുന്നില്ല, ഒന്നുമില്ല. ഇതെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. പാവയ്ക്കാണെങ്കിലും വറുത്ത് വയ്ക്കാം തലേ ദിവസം തന്നെ, വെണ്ടയ്ക്കാണെങ്കിലും വറുത്ത് സൂക്ഷിക്കാം. എന്നിട്ട് രാവിലെ അരപ്പുണ്ടാക്കുക, തൈര് മിക്സ് ചെയ്യുക, അരപ്പ് മിക്സ് ചെയ്യുക, എന്നിട്ട് താളിച്ചൊഴിക്കുക. ഇത്രേ ഉള്ളൂ. ഇനി പണ്ടത്തെ ആൾക്കാർ എന്താ പറയുക, പണ്ടൊക്കെ ഉള്ള രീതി എന്ന് പറയുമ്പോൾ ചില
സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലമല്ല മിക്ക സ്ഥലത്തും ഈ എന്താ പറയുക നമ്മൾ കിച്ചടി പച്ചടിയൊക്കെ വേവിച്ച് അരപ്പും കൂടി ഇട്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറ്റി അടുപ്പിൽ വെച്ച് തന്നെ അങ്ങനെയൊക്കെ ചെയ്യും. കാര്യം പച്ചമുളകിൻ്റെയും അത് ജീരകമൊക്കെ അരയ്ക്കും. ജീരകം പച്ചമുളക് തേങ്ങ അരച്ച് ആ അരപ്പ് വെച്ചിട്ട് അത് നമ്മളും ചെയ്യും ഇടയ്ക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും. പക്ഷേ കല്യാണ സമയത്ത് നമ്മളിപ്പോൾ കല്യാണ കേറ്ററിങ്ങിനെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ രാവിലെ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മറ്റതാണെങ്കിൽ നമ്മളിപ്പോൾ തലേ ദിവസം വേണമെങ്കിൽ നമുക്ക് അരപ്പ് കൂട്ടിയും കൂടി വെക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അരപ്പ് തലേ ദിവസം കൂട്ടണ്ട, വറുത്ത് വരുന്ന മാത്രം തലേ ദിവസം. അങ്ങനെയാണ്. അല്ലാതെ ചെയ്യുന്നതാണെങ്കിൽ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച് ആ അരപ്പ് ഒന്ന് താളിച്ചിട്ടിട്ട് അതിലിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി ഈ വറുത്ത കാര്യങ്ങളും കൂടിയൊക്കെ ചേർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം തലേ ദിവസം തന്നെ അത്രയും വരെ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ തൈര് ഒഴിക്കുന്നത്. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രഷ് ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ വെണ്ടയ്ക്ക റെഡി. ഇനി കോരാൻ പോണു. അങ്ങനെ വെണ്ടയ്ക്കയും വറുത്തു മാറ്റി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പാവയ്ക്കയും കൂടി വറുത്തെടുക്കാം. എന്നിട്ട് നമ്മുടെ പഴയ ചീനച്ചട്ടി തിരിച്ചു വന്നു. ഓണ സമയമാകുമ്പോഴാണ് അത് പുറത്തേക്ക് വിടുന്നത്. ഇച്ചിരി എണ്ണ ഒഴിക്കാം. 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് വറുത്ത് കോരി വെക്കാനുള്ള പ്ലേറ്റൊക്കെ എടുത്ത് വെക്കണ്ടേ. ഇനി ഇതിന് അരപ്പെന്ന് പറയുന്നത് കുറച്ച് തേങ്ങ ചെറുകിയത് 1 കപ്പ് എടുക്കാം. കുറച്ച് കൂടുതൽ തേങ്ങയെല്ലാം ചെറുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം അതായത് ഓണസദ്യയുടെ വിഭവങ്ങളൊക്കെ 2 ദിവസമായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. തേങ്ങ ഒരു 3-4 തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. അതിൻ്റെ കൂടെ പച്ചമുളക് ഒരു 3 പച്ചമുളക് കൂടി. അപ്പോൾ എരിവനുസരിച്ചിട്ടാണ് ഒരു 3 പച്ചമുളക് കറക്റ്റായിട്ട്. ഇപ്പോൾ ഞാൻ 3 പച്ചമുളക് എടുത്തു. അപ്പോൾ എരിവനുസരിച്ചിട്ട് എടുത്താൽ മതി. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 ആയാലും മതി. എണ്ണ ചൂടായല്ലോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ എന്തായാലും അരപ്പ് തുടങ്ങാം. 1 കപ്പ് നല്ല പച്ചത്തേങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലത്. പച്ചമുളകും ഇത് ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല, അതുകൊണ്ട് ഞാൻ 3 എണ്ണം ചേർക്കുന്നു. അപ്പോൾ നോക്കിയിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. പാവയ്ക്കൊന്നും ആയിട്ടില്ല. അതൊരു സൈഡിൽ കിടന്ന് വറുക്കട്ടെ. ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരട്ടെ. ക്രിസ്പി ആകണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരയ്ക്കുന്നു. നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞ് മഷി പോലെ അരിക്കാന്നൊക്കെ പറയില്ലേ. ഏതാണ്ടൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിരുന്നു. അങ്ങനെ അരപ്പും റെഡി. ഇനിയിപ്പോൾ വേറെ കാര്യമൊന്നുമില്ല. നമ്മുടെ പാവയ്ക്ക ഒന്ന് വറുത്ത് കിട്ടുന്ന അത്രയും സമയം. ഇത്ര എളുപ്പമാണെന്ന് അറിയാമോ ചെയ്യാൻ? ഈസി ടു മേക്ക്. ഇനി ഒരു പക്ഷേ നമുക്ക് ഓണ ദിവസം ഭയങ്കര തിരക്കല്ലേ, എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി തന്നെ തലേ ദിവസം രാത്രി നമുക്ക് പാവയ്ക്ക വറുത്ത് ഒരു കുപ്പിയിൽ വായു കടക്കാത്തൊരു കുപ്പിയിൽ ആ ക്രിസ്പിനെസ് പോകാണ്ട് അടച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് തേങ്ങ ഒന്ന് അരയ്ക്കുക. തേങ്ങയും പച്ചമുളകും കൂടെ അരയ്ക്കുക. അപ്പോൾ ഈ കിച്ചടി കാര്യങ്ങളെല്ലാം എല്ലാത്തിനും വേണ്ടിയുള്ള തേങ്ങ അരപ്പെല്ലാം കഴിഞ്ഞാൽ പിന്നെ മിക്സിങ് ആൻഡ് താളിക്കലേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ആദ്യമായിട്ട് എല്ലാം കൂടി ഒന്നിച്ച് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം തന്നെ ഇങ്ങനെ പാവയ്ക്കെല്ലാം വറുത്തൊക്കെ വെക്കാം. പല കാര്യങ്ങളും ഇപ്പോൾ പായസത്തിൻ്റെ കാര്യമാണെങ്കിലും തലേദിവസം തന്നെ നമുക്ക് വറട്ടിയിടാം. ശർക്കര പായസമൊക്കെ ആണെങ്കിലേ അടപ്രഥമൻ പോലെയുള്ള അല്ലെങ്കിൽ കടലപ്രഥമനൊക്കെ നമുക്ക് വേവിച്ച് വറട്ടിയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കാര്യമൊക്കെ പിറ്റേ ദിവസം ചെയ്യാം. അങ്ങനെ അപ്പോൾ എന്നോട് ഒരുപാട് പേര് ലാസ്റ്റ് ടൈമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ തലേദിവസം ചെയ്ത് വെക്കാം, എന്തൊക്കെ കാര്യങ്ങൾ അന്നത്തെ ദിവസം ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കിച്ചടി പച്ചടി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേവിച്ച് വെക്കുന്നത്, വറുത്ത് വെക്കുന്നത് അതൊക്കെ തലേദിവസം ചെയ്യാം. ഈ തേങ്ങ ചേർക്കുന്ന പരിപാടി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം അത്ര പറ്റുള്ളൂ. ചെറുതായിട്ട് കളർ മാറി തുടങ്ങി ഇച്ചിരി കൂടെ ക്രിസ്പിയാകും. ഓക്കെ, പാവയ്ക്ക എടുക്കാൻ സമയമാകുന്നു. എണ്ണയിൽ നിന്ന് ഒരുപാട് കരിയുന്ന പോലെ ചെയ്ത് കയ്പ്പ് രസമാകും. നോക്കിക്കോളൂ, ഇരുന്നൊരു മൂക്കലുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾക്ക്. ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. തണുക്കുമ്പോൾ നല്ല കരികരിപ്പായിരിക്കും. ഇരുന്നൊരു മൂക്കിലും കൂടി ആകും. ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഇത് നമുക്ക് പതുക്കെ എടുക്കാം. ഇനി ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ
ചൂടോടുകൂടി തന്നെ ഇതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവയെല്ലാം മാറും ഒരല്പം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പാവയ്ക്ക പച്ചടി മഞ്ഞ നിറത്തിലേക്ക് മാറുന്നത്. അത് നല്ല ചൂടോടുകൂടിയാണ് അത് മിക്സ് ചെയ്യേണ്ടത്. നമ്മളിനി അല്ലാതെ അടുപ്പ് ഉപയോഗിക്കുന്നേ ഇല്ല. ഇനി ഈ ചൂടായ എണ്ണയിൽ ബാക്കി കംപ്ലീറ്റ് പാവയ്ക്ക് ഇതുപോലെ എടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക വറുത്ത് മാറ്റി, പാവയ്ക്കതേ വറുത്ത് മാറ്റി വറുത്ത് തീരാറായി. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ ആദ്യ ഘട്ടം, അതായത് നമ്മുടെ ഒരു സെറ്റ് അരച്ചു, അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ ഇത് നമുക്ക് വെണ്ടയ്ക്ക കിച്ചടിക്ക് എടുക്കാം. വെണ്ടയ്ക്കയ്ക്ക് വേണമെങ്കിലും എടുക്കാം, പാവയ്ക്കയ്ക്ക് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇനി ഇതേ പാത്രത്തിൽ, അതായത് ഇതേ മിക്സിയുടെ ബൗളിൽ വീണ്ടും 1 കപ്പ് തേങ്ങയും പച്ചമുളകും സെയിം അളവ് ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ 2 കിച്ചടിക്കുള്ള അരപ്പും റെഡിയാകും. ഇതേപോലെ 1 കപ്പ് തേങ്ങ, 2-3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട്. ഇതിലും 3 പച്ചമുളക് ഞാൻ എടുക്കുന്നു. ഇത് ഒരുപാട് എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുക്കുന്നത്. ഓക്കെ, ഇനി ഇച്ചിരി വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ചു അരയ്ക്കും. അരപ്പും റെഡി. നമ്മുടെ പാവയ്ക്ക വറുത്തത് കോരാറായി. ഇതെല്ലാം ഒന്നിച്ച് നടക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് ചെയ്യാം. സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മൾ വറുത്തില്ലേ അതിൻ്റെ മേളിലും കൂടി ഇടും. ചൂട് പാവയ്ക്കലാകുമ്പോൾ അതിൻ്റെ പച്ചച്ചുവയെല്ലാം പോകും മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് പാവയ്ക്ക കിച്ചടിയും വെണ്ടയ്ക്ക കിച്ചടിയും ഒരേ സമയം തന്നെ മിക്സ് ചെയ്യാം. 2 കാര്യങ്ങളും വറുത്തിട്ടുണ്ട്, തൈര് ഇവിടെ ഉടച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ അരപ്പും റെഡിയാണ്. 2ൻ്റെ അരപ്പ് സെയിമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2-3 കിച്ചടി ഒരു ദിവസം തന്നെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ വെള്ളരിക്ക കിച്ചടി ഈ കൂട്ടത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് ഓണം സീരീസിൽ ബീട്രൂട്ട് കിച്ചടി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതും നോക്കിയിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യാം. അതെല്ലാം നല്ലതായിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട കുറേ വീഡിയോസാണ്. അപ്പോൾ ആദ്യം വെണ്ടയ്ക്ക കിച്ചടിയിലേക്ക് അരപ്പ്, തേങ്ങയും പച്ചമുളകും കൂടിയുള്ള അരപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഉടച്ചു വെച്ചിരിക്കുന്ന തൈരിൽ നിന്നും എടുക്കാം. അപ്പോൾ 1 കപ്പാണോ 1.5 കപ്പാണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. 1/2 കപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു, ഉപ്പും കൂടി ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കേണ്ടത്, എന്നാലേ നന്നാവുള്ളൂ കിച്ചടി. ഉപ്പ് ആവശ്യത്തിന്, നല്ല അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ, ഇതിനിടയിൽ നിങ്ങൾ കാണുന്നില്ലാതെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡി, ഒരു സൈഡിലിരിക്കട്ടെ. ഇതേപോലെ തന്നെ പാവയ്ക്കേനെ പാത്രത്തിലേക്ക് മാറ്റുന്നു. അരച്ച അരപ്പ് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഈ പാത്രത്തിൽ ഇച്ചിരി പറ്റിയിരിക്കുന്നുണ്ടല്ലോ, അതും കൂടി ചേർത്തെടുക്കാം. ഒന്നും കളയാനില്ല. അരപ്പും ഇനി അതോടൊപ്പം തൈര്, 1.5 കപ്പ് തൈരും കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ യെല്ലോ കിച്ചടിയായിട്ട് മാറും. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മുടെ പാവയ്ക്ക കിച്ചടിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഓപ്ഷണലാണ്, എങ്കിലും ചേർത്താൽ നന്നാകും. അങ്ങനെ പാവയ്ക്ക കിച്ചടിയും റെഡി. കാണുന്നുണ്ടല്ലോ, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഇച്ചിരി അതും കൂടി ചേർക്കും. ഓക്കെയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, മീഡിയം, അധികം പുളിയില്ലാത്ത തൈര്. അപ്പോൾ ഈ മിക്സിംഗ് പാത്രത്തിൽ നിന്നും തൽക്കാലം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പോകണു. എന്നിട്ട് താളിച്ചൊഴിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവുമല്ലോ. പിന്നെ പാവയ്ക്കാണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും സൈസ് അനുസരിച്ചിട്ടാണ്. വലിയ വെണ്ടയ്ക്കാണെങ്കിൽ ഒരു 10-15 എണ്ണം വരെ ആകാം.
പിന്നെ ചെറുതും വലുതും ഒക്കെ ആണെങ്കിലും 10 ആക്കരുത്, 10-15 എണ്ണം. കാര്യം ഇത്ര അരപ്പും തൈരും ഒക്കെ ധാരാളം മതി. ഒരു 15 അല്ല 20 വെണ്ടയ്ക്ക എടുത്താലും ഇത് അതിൽ മാറ്റമൊന്നും വേണ്ട, അരപ്പിനും തൈരിനും മാറ്റം വേണ്ട. അതുപോലെ പാവയ്ക്കാണെങ്കിലും മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം, ആ രീതിയിൽ ചെയ്യാം. ഓക്കെ. താളിക്ക് രണ്ടിനും കൂടി ചേർത്തിട്ട് ഒന്നിച്ച് കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഓരോന്നിനും കുറച്ച് കടുക്, ഒരു 1-1.5-2 ടീസ്പൂൺ വരെ കടുകാകാം, 5-6 വറ്റൽമുളക്, കുറച്ചേറെ കറിവേപ്പില. അതെല്ലാം ഇവിടെ ഓക്കെയാണ്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 കിച്ചടിക്കുള്ള വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി. നമ്മുടെ കടുക് 1-2 ടീസ്പൂൺ വരെ ആക്കും. തീ നല്ലോണം കുറയ്ക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ധാരാളം കറിവേപ്പിലയും തീ ഓഫ് ചെയ്യാം. മതി, നമുക്ക് ഷെയർ ചെയ്ത് ഒഴിക്കാം. അങ്ങനെ 2 കിച്ചടിയും നമ്മൾ താളിച്ച് കഴിഞ്ഞു. ഇനി ഒരു മിക്സിങ്, ആ ഒരു ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ അരപ്പ് നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് വഴറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ചൂടിൽ മിക്സ് ചെയ്യുമ്പോൾ അതും ശരിയാണ്. കാണാൻ തന്നെ വളരെ വളരെ കളർഫുള്ളായിരിക്കും. ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി. ഓക്കെ, പാവയ്ക്ക കിച്ചടി. ലാവിഷായിട്ട് പാവയ്ക്കെല്ലാം ഉണ്ട്. നിറച്ച് വെണ്ടയ്ക്ക. ഇങ്ങനെ ഒരു ഇതിപ്പോൾ എത്ര പേർക്ക്, ഒരു 5-6 പേർക്ക് സുഖമായിട്ട് കഴിക്കും. ഇത്രയും നമ്മളൊരു 1.5 സ്പൂണിൽ കൂടുതലൊന്നും ഇലയിൽ വെച്ച് കഴിക്കാറില്ലല്ലോ ആൾക്കാർ, ഒരുപാട് കറികളുള്ളതല്ലേ. അപ്പോൾ ധാരാളം. ഇച്ചിരി ഉപ്പൊക്കെ നോക്കണ്ടേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ആഹാ, ടേസ്റ്റി. പാവയ്ക്ക വളരെ ടേസ്റ്റി. ഇനി വെണ്ടയ്ക്ക. രസമാണ്. ആക്ച്വലി രണ്ടിൻ്റെ അരപ്പ് സെയിം അല്ലേ, അരപ്പ്, അതായത് തേങ്ങ പച്ചമുളക്. പക്ഷേ രണ്ടിൻ്റെയും ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒന്ന് പാവയ്ക്ക, ഒന്ന് വെണ്ടയ്ക്ക. അത് കഴിക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. പാവയ്ക്ക കിച്ചടിക്ക് അതിൻ്റേതായ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതേപോലെ തന്നെ വെണ്ടയ്ക്ക കിച്ചടിക്കും സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി. രണ്ടും അറിയാൻ പറ്റും നമുക്ക് വ്യത്യാസം. ഓക്കെ, എന്തായാലും സന്തോഷം. എനിക്കിങ്ങനെ നാടൻ വിഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. പ്രത്യേകിച്ച് സദ്യവട്ടങ്ങളൊക്കെ ചെയ്യുമ്പോഴേ, നമ്മളെപ്പോഴും ഇങ്ങനെ കല്യാണ സദ്യയും ഫെസ്റ്റിവൽസിനൊക്കെ നമ്മൾ കേറ്ററിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കി ഒരു ശീലമായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു 10 പേരുടെ സദ്യക്കാണെങ്കിൽ പോലും ഇത് മതിയാകും, ഈ അളവിൽ ചെയ്താൽ മതി. അപ്പോൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഒരു 15, മാക്സിമം 20. പാവയ്ക്ക മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1-1.5 വരെ ആകാം. 2 ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു 1.5 മതി വലുതാണെങ്കിൽ. ഒരു മീഡിയം ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇത്ര തന്നെ മതി. അപ്പോൾ ഒരു 10 പേരടങ്ങുന്ന വീട്ടിലോ 10 പേർക്ക് സദ്യ ഉണ്ടാക്കുമ്പോഴും ഈ അളവ് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് കഴിഞ്ഞിട്ടില്ല. ഓണം സീരീസ് ഇപ്രാവശ്യം 3ാമത്തെ വർഷമാണ് നമ്മൾ ഓണം ഈ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല ഐറ്റംസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, നമ്മുടെ നാടൻ വിഭവങ്ങൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക്സ് തരണം, കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.